പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിരജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി തസ്തികയിലെ 731 ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ടൈപ്പിംഗ് ജോലികളിൽ താൽപ്പര്യമുള്ള +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിരജോലി നേടാനുള്ള മികച്ചൊരു അവസരം കൂടിയാണിത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കേണ്ടതെങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, സെലക്ഷൻ പ്രോസസ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 15 ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ വിജ്ഞാപന പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലായി ഈ തസ്തികകളിൽ ഇപ്പോൾ 731 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/8/1996 1/8/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി തസ്തികയിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് ഉദ്യോഗാർത്ഥികൾ 2/8/1999 1/8/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ രണ്ട് തസ്തികകളിലേക്കും പ്രായപരിധി കണക്കാക്കുന്നത് 1/8/2026 അടിസ്ഥാനമാക്കിയാണ്. കൂടാതെ അർഹരായവർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. SC/ST വിഭാഗത്തിന് 5 വർഷം, OBC വിഭാഗത്തിന് 3 വർഷം, PWBD വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10 മുതൽ 15 വർഷം വരെ, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, വിഡോസ്, റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൻ തുടങ്ങിയ വിവിധ കാറ്റഗറിയിലുള്ള അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥി +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. 2026 ഓഗസ്റ്റ് 1 മുമ്പായി തന്നെ ഈ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരിക്കണം. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്നിവയിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും സ്കിൽ ടെസ്റ്റ് നടത്തപ്പെടുന്നത്. എക്സാമിന്റെ സിലബസിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്നിവയാണ്. 50 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ് വീതമാണ് ആദ്യത്തെ 2 സെക്ഷനും ഉണ്ടാവുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന് 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. ടോട്ടൽ 2 മണിക്കൂറായിരിക്കും എക്സാം ഡ്യൂറേഷൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. ഇനി എക്സാം സെന്ററുകൾ നോക്കാം. കേരളത്തിൽ 9 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ ഉള്ളത്. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശൂർ, ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിലുള്ളവർക്ക് കവരത്തിയാണ് എക്സാം സെന്റർ. 2026 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഇതിലേക്കുള്ള എക്സാം നടത്തപ്പെടുന്നത്. ഇതുപോലുള്ള SSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. എന്നാൽ വനിതകൾ, SC/ST, PWBD, എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 15 ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് എന്നീ 2 സ്റ്റെപ്പുകളിലൂടെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. ഇതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ സ്ക്രീൻഷോട്ട് അടക്കം ഡീറ്റെയിൽ ആയി ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 15 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.